മലപ്പുറം ജില്ലയിൽ ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ വേഴക്കോട് 5-ാം വാർഡിൽ നമ്മുടെ പാലത്തിൻ്റെ അടുത്ത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിലുള്ള തൈകളാണ് ഈ കാണുന്നതൊക്കെ. ഇതൊരു മാവാണ്, നാടൻ മാവാണ്. ഇതിനെ ഞാൻ തുറന്നു, വളം ചെയ്തു, തോല് വെട്ടിയിട്ടു. സാധാരണ രീതിയിൽ നമ്മൾ തെങ്ങിനൊക്കെ വളം ഇടുന്നത് പോലെ നട്ടു വളർത്തുന്ന മാവിനും പ്ലാവിനൊക്കെ വളം ഇടണം. എന്നെങ്കിൽ മാത്രമേ അത് നല്ലോണം വളരുകയുള്ളൂ, നല്ല കായ്ഫലം തരുകയുള്ളൂ. അതുകൊണ്ട് ഒരു ചാക്ക് വളമാൻ ഞാനിത് ഈ തടം തുറന്നു, വളമിട്ടു, തോലിട്ടു. അതിൻ്റെ കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇത് വേഴക്കോട് ചൂടാട്ടിപ്പാറ റോഡിലാണ് ഈ മനോഹരമായ കാഴ്ചയുള്ളത്. ഇത് പ്ലാവാണ്. ഇതുമ്പോൾ ചക്ക ഉണ്ടാകുന്നുണ്ട്. ഇപ്രാവശ്യം ചക്ക ഉണ്ടായിരുന്നു. ഇതും ഇതുപോലെ തന്നെ. എല്ലതും ഞാൻ റോഡ് സൈഡിലാണ് വെച്ചത്. ഞാനിത് റോഡ് സൈഡിൽ വെക്കാൻ കാരണം ഭാവിയിൽ കുട്ടികൾക്ക് ഇതിൽ നിന്നും മാങ്ങകൾ പറിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. ഒക്കെ നാടനാണ്. ഹൈബ്രിഡ് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പൊന്തി പോവുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തന്നെ നാടൻ വെക്കാൻ കാരണം. കുട്ടികളൊക്കെ മാങ്ങ പറിക്കുന്നു, അതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. ഇതാ ഒക്കെ ഇതാ മാങ്ങ, ഇതാ നിറച്ച് മാങ്ങകൾ. ഇതാ കിളിച്ചുണ്ടൻ മാങ്ങയാണ്. ഇതാ നിറച്ച് മാങ്ങ. അതാ ആ കാണുന്നതൊക്കെ മുഴുവൻ മാങ്ങയാണ്. ഇതാണ് റോഡ് സൈഡിലുള്ള മാവാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഞാൻ നട്ട് പരിപാലിച്ചുണ്ടാക്കിയതാണ്. ഇഷ്ടം പോലെ മാങ്ങയാണ് ഈ കാണുന്നത്. നല്ല കിളിച്ചുണ്ടൻ മാമ്പഴമാണ്. നല്ല മൂത്ത് ചനച്ചിരിക്കുകയാണ്. ഇത് സാധാരണ രീതിയിൽ മാങ്ങ പോക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പവഴി നമ്മുടെ കണിക്കൊന്നയുടെ ഇല എടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ തന്നെ ആ ഇലയിൽ പൊതിഞ്ഞു വെച്ചാൽ 3 ദിവസം കൊണ്ട് പഴുക്കുന്നതാണ്. ഇതൊക്കെയാണ് മാവുകൾ. കൂട്ടത്തിലൊരു തെങ്ങും വെച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ. തേങ്ങ കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ വീഡിയോയിൽ കാണുന്നു, തേങ്ങ കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ ഞാൻ കംപ്ലീറ്റ് വർഷാവർഷം ഓരോ ചാക്ക് ജൈവവളം ഇടലുണ്ട്. അതേപോലെ തന്നെ തോലും വെട്ടിയിടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിക്കൊമ്പ് കംപ്ലീറ്റ് ക്ലീൻ ആക്കണം. എന്നെങ്കിൽ ഇത് മോളിലോട്ട് വളരുകയുള്ളൂ, നല്ല സൂര്യപ്രകാശം കിട്ടുകയുള്ളൂ. ഇതിനാണ് കവാത്ത് ചെയ്യുക എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത കൊമ്പുകളെല്ലാം ചീകി ഒതുക്കി സൂര്യപ്രകാശം നല്ലോണം കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് കവാത്ത് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും നമ്മുടെ കാപ്പി കൃഷിക്ക് വേണ്ടിയാണ് ഈ കവാത്ത് ചെയ്യൽ. മാവിന് ഇതുപോലെ ചെയ്യണം. ഇതൊക്കെയാണ് ഇതിൻ്റെ വീഡിയോയുടെ കാഴ്ചകൾ. മാങ്ങ ഇഷ്ടം പോലെ പറിച്ചിവർ പേകാക്കുന്നുണ്ട്. കുറേ എണ്ണം പോത്ത് ചാകുന്നുണ്ട്. ഇത് ഞാനുണ്ടാക്കിയ ബസ് സ്റ്റോപ്പാണ്. 1500 രൂപ മുടക്കി ഉണ്ടാക്കിയ ബസ് സ്റ്റോപ്പാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു വൃക്ഷമെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും പൊതു സ്ഥലത്ത് നട്ടുപിടിപ്പിക്കുക. അത് ഭാവിയിൽ ഉപകരിക്കുമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്.